ഹായ്, ഇന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ന് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കയറുകയാണ്. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ പേര് ലിംഗ്വിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ലിംഗ്വിസ്റ്റിക്സ്, നിങ്ങൾക്കിത് കേട്ട് പരിചയമുണ്ട്. നമുക്കറിയാം, ലിംഗ്വിസ്റ്റിക് ഈസ് ഡിഫൈൻഡ് ആസ് ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ലിംഗ്വിസ്റ്റിക്സ് ഡിഫൈൻഡ് ആസ് ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. It is the systematic study of elements of language and the principles govern their combination and organization. അത് നമ്മോട് പറഞ്ഞു, ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. നമ്മൾ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നത് നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജിൻ്റെ എലമെൻസിനെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ്. ആൻഡ് പ്രിൻസിപ്പിൾസ് ഗവേണിങ് ദർ കോമ്പിനേഷൻ ആൻഡ് ഓർഗനൈസേഷൻ. ഓരോ അതിൻ്റെ കോമ്പിനേഷൻസിനെ കുറിച്ചിട്ടും ഓർഗനൈസേഷനെ കുറിച്ചിട്ടും നമ്മൾ ഒരു ലാംഗ്വേജ് എങ്ങനെ നമുക്കറിയാമല്ലേ. ആദ്യം നമ്മൾ ആൽഫബറ്റ് പഠിക്കുന്നു, പിന്നെ ഫോണീം പഠിക്കുന്നു, പിന്നെ വേർഡ്സ് പഠിക്കുന്നു, സെൻറ്റൻസ് പഠിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് വെച്ചത്, എങ്ങനെയാണ് അതിനെ ഓർഗനൈസ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഇതിനൊക്കെ കുറിച്ചിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ ലാംഗ്വേജിന് പഠിക്കുന്നതിനാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയാം. ഒന്നുകൂടെ പറയാം, ഇത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണ്. It is a systematic study of elements of language and the principles governing their combinations and organizations. എങ്ങനെയാണ് നമ്മൾ ഓരോ ഭാഷയെയും അതിൻ്റെ അടുക്കും ചുറ്റും പ്രകാരം അടക്കി വെച്ചിരിക്കുന്നത്, അതൊരു മീനിങ് സെൻറ്റൻസായി മാറുന്നത് എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറിച്ചിട്ട് പഠിക്കുന്നത്. അപ്പം നിങ്ങളോട് ലിംഗ്വിസ്റ്റിക്സ് ചോദിച്ചാൽ ഈ ഒരു 3 സെൻറ്റൻസ് നിങ്ങൾ എഴുതണം കേട്ടോ. ഇനി സയൻറ്റിഫിക് നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. എന്താണ് സയൻറ്റിഫിക് നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക്സ്? ഈസ് ലാംഗ്വേജ് അമിനബിൾ ടു സയൻറ്റിഫിക് സ്റ്റഡി? ടു ആൻസർ സച്ച് ക്വസ്റ്റ്യൻസ് ദ ടേം സയൻസ് നീഡ് ടു ബി ഡിഫൈൻഡ്. സയൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റമാറ്റിക് എക്സ്പ്ലിസിറ്റ് ഒബ്ജക്റ്റീവ് സ്റ്റഡി ഓഫ് ആൻ ഒബ്ജക്റ്റ്, എ ഫിനോമിനൻ, നാച്ചുറൽ, സോഷ്യൽ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ സയൻസ് എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി, സയൻസ് നീഡ് ടു ബി ഡിഫൈൻഡ്. നമുക്ക് ആ ടേം നമ്മൾ ഡിഫൈൻ ചെയ്ത് തരികയാണ്. എന്താണ് സയൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സിസ്റ്റമാറ്റിക് ഉള്ള സ്റ്റഡിയാണ്. എക്സ്പ്ലിസിറ്റ്, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന, എക്സ്പ്ലിസിറ്റ് ആണ്. ഒബ്ജക്റ്റീവ് ആണ്, മീൻസ് ഇംപേഴ്സണലാണ്. സ്റ്റഡി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഫിനോമിനൻ, നമ്മൾ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട്, എക്സ്പ്ലിസിറ്റ് ആയിട്ട്, ഒബ്ജക്റ്റീവായിട്ട് പഠിക്കുകയാണ്. അതിനെ സയൻറ്റിഫിക് സ്റ്റഡി എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെയാണ് ലാംഗ്വേജിനെ, ലിംഗ്വിസ്റ്റിക്സിനെ നമ്മൾ സയൻറ്റിഫിക് സ്റ്റഡി എന്ന് വിളിക്കുന്നത്, ഓഫ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ്? സയൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റമാറ്റിക് എക്സ്പ്ലിസിറ്റ് ഒബ്ജക്റ്റീവ് സ്റ്റഡി ഓഫ് ഓർ സബ്ജക്റ്റ് ഓർ എ ഫിനോമിനൻ. നേച്ചുറൽ ആവാം, സോഷ്യൽ ആവാം. ഓക്കെ, നേച്ചുറൽ ഫിനോമിനെ കുറിച്ച് പഠിക്കാം, സോഷ്യലായിട്ട് ഫിനോമിനെ കുറിച്ച് പഠിക്കാം. അത് സിസ്റ്റമാറ്റിക് ആവണം, എക്സ്പ്ലിസിറ്റ് ആവണം. ഇംപ്ലിസിറ്റിൻ്റെ ഓപ്പോസിറ്റാണ് എക്സ്പ്ലിസിറ്റ്. മീൻസ് നമുക്ക് എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഒബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റീവ് മീൻസ് സബ്ജക്റ്റീവിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. അതിന് സയൻസ് എൻഗേജ് ഇൻ എന്തൊക്കെയാണ്? ഗ്യാതറിങ് ഓഫ് ഡാറ്റ ഇൻ എ മെത്തോഡിക്കൽ മാനർ വേണം, ഗ്യാതറിങ് ഓഫ് ഡാറ്റ വേണം, അനാലിസിസ് ഓഫ് ഡാറ്റ വേണം, ഡിറ്റർമിനേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാക്ട്സ് വേണം, ഫോർമുലേഷൻ ഓഫ് കാഷ്വൽ എക്സ്പ്ലനേഷൻസ്, വെരിഫിക്കേഷൻ, വാലിഡേഷൻ ഓഫ് എക്സ്പ്ലനേഷൻ ആൻഡ് പ്രഡിക്ഷൻസ്, ജനറലൈസേഷൻ. ഇത്രയും കാര്യങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അത് വേണം, നിർബന്ധമൊന്നുമില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഈ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ലിംഗ്വിസ്റ്റിക്സ് ഹാസ് 2 മേജർ എയിംസ്. ലിംഗ്വിസ്റ്റിക്സിൻ്റെ എയിം എന്തൊക്കെയാണ്? എന്താണ്? ടു സ്റ്റഡി ദ നേച്ചർ ഓഫ് ലാംഗ്വേജ് ആൻഡ് എസ്റ്റാബ്ലിഷ് തിയറി ഓഫ് ലാംഗ്വേജ്. എന്താണ്? ടു സ്റ്റഡി ഓഫ് നേച്ചർ ഓഫ് ലാംഗ്വേജിൻ്റെ നേച്ചർ പഠിക്കണം, എസ്റ്റാബ്ലിഷ് തിയറി ഓഫ് ലാംഗ്വേജ്, തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യണം. രണ്ടാമത്തേതോ ടു ഡിസ്ക്രൈബ് ലാംഗ്വേജ് ആൻഡ് ഓൾ ലാംഗ്വേജ് ബൈ അപ്പീലിംഗ് ദ തിയറി എസ്റ്റാബ്ലിഷ്. നമുക്കൊരു തിയറി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ തിയറി ബേസ്ഡ് ആയിട്ട് എല്ലാ ലാംഗ്വേജിനെയും പഠിക്കണം. മീൻസ് ഡിസ്ക്രൈബ് ലാംഗ്വേജ് ആൻഡ് ഓൾ ലാംഗ്വേജസ് ബൈ അപ്ലൈയിങ് തിയറി എസ്റ്റാബ്ലിഷ്. നമ്മൾ അപ്ലൈ ചെയ്ത തിയറി എല്ലാ ലാംഗ്വേജിലും അപ്ലൈ ചെയ്യാൻ പറ്റും വേണം. ഇതാണ് അതിൻ്റെ മേജർ എയിംസ്. ഇനി ടു ബി സയൻറ്റിഫിക് ലിംഗ്വിസ്റ്റിക് പ്രൊസീജിയർ ഷുഡ് സാറ്റിസ്ഫൈ 3 എസെൻഷ്യൽ കണ്ടീഷൻസ്.
നമുക്ക് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം ലിംഗ്വിസ്റ്റിക് പ്രൊസീജിയർ. ഏതൊക്കെയാണ്? ദേ ആർ എക്സ്പ്ലിസിറ്റ്നെസ്, സിസ്റ്റമാറ്റിക്നെസ് എന്നാണ്. സിസ്റ്റമാറ്റിക്നെസ്, ഒബ്ജക്റ്റിവിറ്റി. 3 ടേംസ് മറക്കരുത്. എക്സ്പ്ലിസിറ്റ്നെസ്, സിസ്റ്റമാറ്റിക്നെസ് ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. ഇനി നമ്മൾ പഠിച്ചിരുന്ന ട്രഡീഷണൽ ഗ്രാമറിനെ മോഡേൺ ഗ്രാമറിനെ കുറിച്ച് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇൻ ട്രഡീഷണൽ ഗ്രാമർ ദർ ഈസ് നോ എക്സ്പ്ലിസിറ്റ്നെസ് അറ്റ് ഓൾ. ട്രഡീഷണൽ ഗ്രാമറിൽ എക്സ്പ്ലിസിറ്റ്നെസ് ഇല്ല, സയൻറ്റിഫിക്കലി പ്രൂവൻ ഇല്ല. എന്താണെന്ന് വെച്ചാൽ, ട്രഡീഷണൽ ഗ്രാമർ ബിഗിൻ വിത്ത് ഡെഫിനിഷൻസ്. മെനി ഓഫ് ദീസ് ഡെഫിനിഷൻസ് ലാക്ക് ക്ലാരിഫിക്കേഷൻസ്. എല്ലാം ഡെഫിനിഷനാണ്, അതിലെന്തില്ല, ക്ലാരിഫിക്കേഷൻസ് ഉണ്ടാവില്ല. ദ നൗൺ ഫോർ എക്സാമ്പിൾ ഈസ് ഡിഫൈൻ ആസ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. ഇതാണെന്ന് അവർ ഡിഫൈൻ ചെയ്തു, അതിലൊരു മാറ്റവും ഇന്നുണ്ടാവില്ല. ദ ഡെഫിനേഷൻ ഡസ് നോട്ട് എൻകംബസ് ഹ്യൂമൻ ക്വാളിറ്റി സച്ച് എസ് ലവ്, സിമ്പതി, ബ്യൂട്ടി എക്സെട്ര. നമ്മൾ പറയുന്ന അബ്സ്ട്രാക്റ്റ് നൗൺ അതിലില്ല. മനസ്സിലായോ? ഇപ്പോൾ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് എന്നുള്ളതാണ് എന്ത് നൗൺ എന്ന് പറഞ്ഞാൽ, അതിൽ അബ്സ്ട്രാക്റ്റ് നൗണിന് അതിൽ ഡെഫിനേഷൻ ഇല്ല. അതാണ് ട്രഡീഷണൽ ഗ്രാമറിൻ്റെ ഒരു ഒരു ഡിഫക്റ്റ് ആയിട്ട് പറഞ്ഞത് കണ്ടോ. ബട്ട് ദ ഡെഫിനേഷൻ ഓഫ് നൗൺ ഡസ് നോട്ട് ഗീവ് എനി ഇൻഫർമേഷൻ അബൌട്ട് അബ്സ്ട്രാക്ട് നൗൺ. ട്രഡീഷണൽ ഗ്രാമറിയലിന് അബ്സ്ട്രാക്ട് നൗണിനെ കുറിച്ചിട്ട് ഒരു ഡെഫിനേഷനും ഇല്ല. പിന്നെ കുറേ കാര്യങ്ങൾ ഇതിലിങ്ങനെ പറയുന്നത്, ഇൻ ട്രഡീഷണൽ ഗ്രാമർ വേർഡ്സ് സച്ച് ആസ് ട്രൂത്ത്, ബ്യൂട്ടി, കറേജ്, ലവ്, ഹേറ്റഡ് എക്സെട്ര ആർ categorized as noun, but question arises whether there are names of the things at all as these defined claims. അതിങ്ങനെ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അത് നമുക്ക് ഒഴിവാക്കാം, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നുള്ളത് ലാംഗ്വേജ്. another thing to be considered, the study of language should be systematic. Systematicness can be ensured by following the step in scientific method. സിസ്റ്റമാറ്റിക് ആയിട്ടാവണം ലാംഗ്വേജ് എന്ന് പറഞ്ഞു, ലിംഗ്വിസ്റ്റിക്സിൻ്റെ സ്റ്റഡി എന്ന് പറഞ്ഞു. ഇറ്റ് ഇൻവോൾവ്സ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്, ഒബ്സർവേഷൻ, കളക്ഷൻ, ക്ലാരിഫിക്കേഷൻ, അനാലിസിസ് ഓഫ് ഡാറ്റ, generalization, verification, modification, rejection of hypothesis, theorization. In short, systematicness implies linguistic framework, procedure, consistency throughout the study. അപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇത് നിങ്ങൾ ഈ ഒരു ടേം ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. എന്താണ് സിസ്റ്റമാറ്റിക്നെസ്? ഇൻവോൾവ്സ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കണം, ഫ്രെയിം വർക്ക് ഉണ്ടാക്കണം, ഒബ്സർവേഷൻ വേണം, കളക്ഷൻ വേണം, ക്ലാരിഫിക്കേഷൻ വേണം, അനാലിസിസ് ഓഫ് ഡാറ്റ വേണം, പിന്നെ ജനറലൈസേഷൻ വേണം, നമ്മൾ അതിനെ ജനറലൈസ് ചെയ്ത് പറയണം, വെരിഫിക്കേഷൻ വേണം, മോഡിഫിക്കേഷൻ മാറ്റങ്ങൾ വരുത്തണം, റിജക്ഷൻ വേണം ഓഫ് ഹൈപ്പോത്തിസിസ്, തെറൈസേഷൻ. നമ്മൾ ഹൈപ്പോത്തിസിസ് ഉണ്ടാവും, ഒരു ഫ്രെയിം വർക്ക് ഓഫ് വർക്കാണ്, അതുണ്ടാക്കിയിട്ട് ചിലപ്പോൾ നമുക്കത് മാച്ച് അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കേണ്ടി വരും. ഇത്രയും ടേംസ് ഓർത്ത് വെക്കുക. പിന്നെ ഇൻ ഷോർട്ട്, സിസ്റ്റമാറ്റിക്നെസ് ഇംപ്ലൈസ് ലിംഗ്വിസ്റ്റിക് ഫ്രെയിം വർക്ക്, പ്രൊസീജിയർ ആൻഡ് കൺസിസ്റ്റൻസി ത്രൂ ഔട്ട് ദ സ്റ്റഡി. ഇത് മൂന്നുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ്? ലിംഗ്വിസ്റ്റിക് ഫ്രെയിം വർക്ക്, അതാണ് ഹൈപ്പോത്തിസിസ്, പ്രൊസീജിയർ, കൺസിസ്റ്റൻസി ത്രൂ ഔട്ട് ദ സ്റ്റഡി. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ലാസ്റ്റ് പോയിന്റ്, ഒബ്ജക്റ്റിവിറ്റി ഈസ് അനദർ ക്രൈറ്റീരിയൻ ഓഫ് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. Objectivity means a relatively freedom from subjective bias which inevitably distort the accuracy of research report. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ഇംപേഴ്സണലാണ്, നമുക്ക് പേഴ്സണൽ അത് സംഭവം. ഇതെന്താ പറയുന്നത്? മീൻസ് എ റിലേറ്റീവ് ഫ്രീഡം ഫ്രം സബ്ജക്റ്റീവ് ബയാസ് വിച്ച് ഇന്നെവിറ്റബിളി ഡിസ്റ്റോർട്ട് എ അക്യുറസി ഓഫ് റിസർച്ച് റിപ്പോർട്ട്. നമ്മൾ റിസർച്ച് ഉണ്ടാക്കുമ്പം അതിൽ ഞാൻ സബ്ജക്റ്റീവ് ആണെങ്കിൽ പേഴ്സണൽ ബയാസ് ഉണ്ടാവും, അപ്പോൾ ഒബ്ജക്റ്റീവ് ആകുമ്പോൾ പേഴ്സണൽ ബയാസിൽ നിന്നൊരു ഫ്രീഡം ഉണ്ടാവും. Objectivity means an observation uninfluenced by one's personal bias, prejudices, beliefs and values. എന്താണ് അവിടെ എന്തുണ്ടാവില്ല? അൺഇൻഫ്ലുവൻസ്ഡ് ബൈ വൺസ് ഫീലിങ്സ്. നമ്മളെ ഇമോഷന്, നമ്മുടെ പ്രെജുഡൈസ്, നമ്മുടെ ബിലീഫ്സും വാല്യൂസും ഒന്നും അതിൽ ഉണ്ടാവില്ല. മീൻസ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ്, ദാറ്റ് മീൻസ് ഇംപേഴ്സണൽ. In other words, the problem of objectivity in linguistics is a fact of one knowing reality about language in general. Means നമ്മൾ ഇത്രേ ഉള്ളൂ. 3 ടേംസും കൊണ്ട് ഇതിൽ ഓർത്ത് വെക്കണം. ഫസ്റ്റ് വന്ന എന്താണ്? എക്സ്പ്ലിസിറ്റ് അല്ലേ? എക്സ്പ്ലിസിറ്റ്നെസ് എന്താണുള്ളത് നമ്മൾ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് എന്താണ് സിസ്റ്റമാറ്റിക്നെസ്. തേർഡ് പറഞ്ഞത് ഒബ്ജക്റ്റിവിറ്റി. ഇത് മൂന്നും ലിംഗ്വിസ്റ്റിക് സ്റ്റഡിയിൽ ഉണ്ടാവണം. അതിൽ സിസ്റ്റമാറ്റിക്സിൽ കുറച്ച് പോയിന്റുകൾ പറഞ്ഞു. എന്താണ്? കളക്ഷൻ, ക്ലാരിഫിക്കേഷൻ, അനാലിസിസ്, അതൊന്ന് പഠിച്ചു വെക്കുക. ഇത്രയാണ് ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം.
അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിപ്പിച്ചു തന്നു ലിംഗ്വിസ്റ്റിക്സ് എന്ന സയൻസ് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് ഇവിടെ. അപ്പം ഇത്ര ഓർത്ത് വെക്കുക, അതെന്താണ്, എക്സ്പ്ലിസിറ്റ് ആണ്. ലാംഗ്വേജ് സ്റ്റഡി ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് ആണ്. അത് നമുക്ക് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് എക്സ്പ്ലിസിറ്റ് മീൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എക്സ്പ്ലിസിറ്റ്. പിന്നുള്ളത് സിസ്റ്റമാറ്റിക് ആണ്, പിന്നുള്ള ഒബ്ജക്റ്റീവ് ആണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.